അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിനി ഈ വീഡിയോ ഉൾപ്പെടെ 2 വീഡിയോ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്കെലിറ്റൽ സിസ്റ്റം ഓഫ് കോളുംബ ലിവിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർലിംബും അതുപോലെ തന്നെ അതിൻ്റെ അസോസിയേറ്റഡ് ആയി കിടക്കുന്ന പെക്ടോറൽ ഗർഡിലിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന് മുമ്പേ ഉള്ള എല്ലാ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം, അതിനുശേഷം മാത്രം ഇങ്ങോട്ട് വരിക. അത് ഒരു 1 സെറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫോക്കസ് ചെയ്യേണ്ട പോയിന്റിലേക്ക് മാത്രം നിങ്ങൾ ഇഷ്ടമുള്ള വീഡിയോ കണ്ടാൽ കുഴപ്പമില്ല. അല്ലാതെ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടാലാണ് അതൊരു പെർഫെക്ഷൻ ആവുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഡിസ്കസ് ദി സ്കെലറ്റൽ സിസ്റ്റം പാർട്ട് ഫോർലിംബ്. ഓക്കെ, ഫോർലിംബിൻ്റെ സ്കെലറ്റൽ സിസ്റ്റം പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ബോഡിയിൽ നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ഫോർലിംബിൻ്റെ കേസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് +2-ൽ. അതിൻ്റെ ഒരു ചെറിയൊരു റെപ്ലിക്ക ആയിരിക്കും നമ്മളിപ്പം ബേർഡിലും പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഞാനങ്ങനെ പറയാൻ കാരണം നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾറെഡി പഠിച്ച കാര്യമാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് സോ ഫോർലിംബ് എന്ന് പറയുന്നത്. സോ ഇൻ ദ ഫോർലിംബ് യു കൻ ഫൈൻഡ് okay, so in the forelimb, bony elements have become greatly modified due to its transformation as wing. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്, ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, എന്താണ് ഹൗ ഈസ് ഫോർലിംബ് മോഡിഫൈഡ് ടു അഡോപ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളത് ചോദിച്ചു കഴിയും. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ള പോയിന്റ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഹൗ ഈസ് ഫോർലിംബ് ഓഫ് ബേർഡ് മോഡിഫൈഡ് ഫോർ ദ ഫ്ലൈറ്റ്. ഓക്കെ, സോ അതിൽ നിങ്ങൾ തുടക്കം എഴുതേണ്ട സെന്റൻസ് എന്താണ്? ഇത് തന്നെയാണ്. ഇൻ ദ ഫോർലിംബ് ബോണി എലമെന്റ്സ് ഹാവ് ബിക്കം ഗ്രേറ്റ്ലി മോഡിഫൈഡ് ഡ്യൂ ടു ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ ആസ് എ വിങ്. ചിറകായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഫോർലിംബിലെ ബോണി എലമെന്റ്സ് നന്നായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദ അപ്പർ ആം ഈസ് സപ്പോർട്ടഡ് ബൈ ദി ബോൺ ഹ്യൂമറസ് and it has a strong stout and cylindrical shaft and 2 expanded extremities. സോ അപ്പർ ആം, ദാറ്റ് ഈസ് ഈ പോർഷൻ. ഓക്കെ, ഈ പോർഷൻ സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഹ്യൂമറസ്. നമ്മളേലും ഹ്യൂമറസ് തന്നെയാണ്, പേര് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, സ്ട്രോങ് ആണ്, സ്റ്റൗട്ട് ആണ്, സിലിണ്ട്രിക്കൽ ഷാഫ്റ്റ് ആൻഡ് 2 എക്സ്പാൻഡഡ് എക്സ്ട്രിമിറ്റീസ്. 2 എക്സ്പാൻഡഡ് എക്സ്ട്രിമിറ്റി എന്ന് പറഞ്ഞാൽ റിഡ്ജ് അല്ലെങ്കിൽ ഹെഡിനെ കുറിച്ചാണ് പറയുന്നത്. നൗ ദ ബേസൽ എക്സ്ട്രിമിറ്റി ഈസ് കോൾഡ് ദ ഹെഡ്. It bears a prominent deltoid ridge for the attachment of pectoral muscles. Pectoral muscles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെക്ടോറൽ ഗേർഡിൽ ഇതിനായിട്ട് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന മസിൽസ്. ഓക്കെ, പെക്ടോറൽ ഗേർഡിലും അതുപോലെ തന്നെ ഫോർലിംബും ആ മസിൽസിനെ കണക്ട് ചെയ്യുക. പെക്ടോറൽ ഗേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മസിൽസ് ഈ പെക്ടോറൽ മസിൽസിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലല്ലേ ബോണിനെ പെക്ടോറൽ ഗേർഡിലായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഈ പറയുന്ന ഫോർലിംബിനെ. അപ്പം ആ പെക്ടോറൽ മസിൽസിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോമിനന്റ് ഡെൽറ്റോയിഡ് റിഡ്ജ് ബിയറിംഗ് ആയിട്ടുള്ള ഹെഡ് ആണ് ഒന്നാമത്തെ എക്സ്ട്രിമിറ്റി എന്ന് പറയുന്നത്. അതാണ് ബേസൽ എക്സ്ട്രിമിറ്റി. ഇനി ഡിസ്റ്റൽ എക്സ്ട്രിമിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ബിയേഴ്സ് എ പെയർ ഓഫ് കോൺവെക്സ് ആർട്ടിക്കുലർ പ്രോസസ്സസ് ദാറ്റ് ഈസ് കോൾഡ് കോണ്ടൈൽസ്. ഓക്കെ, ഈ കൊണ്ടൈൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതാണ് ബേസൽ. ഓക്കെ, സോറി, നോട്ട് ബേസൽ, ഇത് ഡിസ്റ്റൽ. ഇതാണ് ബേസൽ. ഡിസ്റ്റൽ എന്ന് പറയാൻ കാരണം എന്താണ്? പെക്ടോറൽ ഗേർഡിൽ നിന്നും അകലെ എന്നുള്ള അർത്ഥത്തിലാണ് ഡിസ്റ്റൽ ഉപയോഗിക്കുന്നത്. സോ കൊണ്ടൈൽസ് ആണ്. കൊണ്ടൈൽസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. യു ക്യാൻ സി റേഡിയസും അൾനയുടെ കിടക്കാണ്, ഇവരുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കൊണ്ടൈൽ ഉള്ളത്. സോ ഡിസ്റ്റൽ പ്രോസസ്സസ് ആർ ഓർ ഡിസ്റ്റൽ എക്സ്ട്രിമിറ്റി ബിയേഴ്സ് 2 പ്രോസസ്സസ് കോൺവെക്സ് ആർട്ടിക്കുലർ ഫേസസ് ഓർ ദ പ്രോസസ്സസ് ദാറ്റ് ഈസ് നോൺ ആസ് ദി കൊണ്ടൈൽസ്. സോ കൊണ്ടൈൽസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റേഡിയസ് അൾനയായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെഡ് എന്ന് പറയുന്നത് അത് നേരെ ഈ പറയുന്ന പെക്ടോറൽ ഗേർഡിലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഡെൽറ്റോയിഡ് റിഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫോർ ദ അറ്റാച്ച്മെന്റ് ഓഫ് ദ പെക്ടോറൽ മസിൽസ്. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. നൗ ദ ഫോർ ആം ഈസ് സപ്പോർട്ടഡ് ബൈ റേഡിയസ് ആൻഡ് അൾന. നമ്മൾ ഈ കൈയുടെ പോർഷൻ നമ്മളെ കൈ എടുക്കുകയാണെങ്കിലും ദ സെയിം ബോൺ തന്നെയാണ് നമ്മളെ പേര്. ഓക്കെ, റേഡിയസ് ആൻഡ് അൾന. ദ റേഡിയസ് ഈസ് ഷോർട്ട്, സ്ലെൻഡർ ആൻഡ് നിയർലി സ്ട്രെയിറ്റ്. അപ്പം റേഡിയസ് നിങ്ങൾ നോക്കിയേ അല്ലേ, വളവൊന്നും ഇല്ലാതെ നേരെ, ഞാൻ ഇവിടുന്ന് ഒരു വര വരച്ചാൽ നേരെയാണ് പോകുന്നത്. അതേസമയം ഇതിൻ്റെ വരയാണെങ്കിലോ വരച്ചാൽ അല്ലേ ഒരു വളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം റേഡിയസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. അൾന എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പാരറ്റീവ്ലി ബെൻഡഡ് ആണ്. ഓക്കെ, സോ അൾന ഈസ് ലോങ്, സ്റ്റൗട്ട് ആൻഡ് കർവ്ഡ്. ബെൻഡ് അല്ലെങ്കിൽ കർവ്ഡ് ആണ്. റേഡിയസ് ഷോർട്ട് ആണ്, സ്ലെൻഡർ ആണ്. ഓക്കെ, ഇത് ലോങ് ആണ്, സ്റ്റൗട്ട് ആണ് ആൻഡ് ദെൻ കർവ്ഡ്. Basally, it has an articular facet for humerus.
അത് റേഡിയസിനായാലും അൾണക്കായാലും, അതായത് റേഡിയസ് നേരെ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പം അൾണ എന്ന് പറയുന്നത് ഈസ് ഹാവിങ് ആൻ ആർട്ടിക്കുലർ ഫേസറ്റ്. യു ക്യാൻ ഫൈൻഡ് ദിസ്. അതിൻ്റെ പേരാണ് എന്ത്? ഒലിക്രനോൺ പ്രോസസ് എന്നുള്ളത്. ഒലിക്രനോൺ പ്രോസസ്. ഈ വാക്കുകളൊന്ന് ഓർമ്മിച്ചു വെക്കണം. അതുകൊണ്ട് എക്സാമിൻ്റെ തലേന്ന് മാത്രം സ്കെൽറ്റൽ സിസ്റ്റം പഠിച്ചാൽ മതി. കുറച്ചും കൂടെ ടെക്നിക്കൽ ടേംസ് കുറച്ച് അധികമായിരിക്കും ബോണിൻ്റെ കേസിൽ. ഓക്കെ, സോ ഒലിക്രനോൺ പ്രോസസ് അതെന്താണ്? ദ പ്രോമിനൻ്റ് articular facet present in the ulna for the attachment of humerus or attaching to the humerus. Clear ആണല്ലോ? olecranon process ulnയിൽ കാണുന്നതാണ്. Now the carpus or the wrist region, ഈ portion കാർപ്പൽ എന്നാണ് നമ്മളെ ബോഡി നമ്മളെ കയ്യിൽ പഠിച്ചത്. അപ്പം ഇവിടെ അങ്ങനെയില്ല, ഫ്യൂസ്ഡ് ബോൺസ് ആണ്. ഓക്കെ, സോ 2 rows ആയിട്ട് ഈ പറയുന്ന 5 carpals 2 rows ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. The metacarpus or palm region by 3 metacarpals, and then the proximal row of carpals consists of 2 carpals, namely radiate and ulnare. Okay, proximal ഇതാണ് radial and ulnare. radial and ulnare. radiate അല്ല, ആണ്. Now, the 3 distal carpals in the adult fuse with the 3 metacarpals, forming a compound bone called carpo-metacarpus. So, you can find here this particular. Okay, so carpo-metacarpus is the 3 distal carpals in the adult fuse with the 3 metacarpals, forming a compound bone called carpo-metacarpus. Attached to the metacarpals terminally are 3 digits. Okay, നമ്മൾ വിങ്സിൽ 3 digits ആണ് ഉണ്ടാവുക. നമ്മൾ ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ 4 എണ്ണം കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാലിലേക്ക് പോകുകയാണെങ്കിൽ സപ്പോർട്ടഡ് ബൈ സ്മോൾ ബോൺസ് കോൾഡ് ഫാലഞ്ചസ്. അവിടെ നമ്മൾ പഠിച്ച പേര് സെയിം ആണ്. ഓക്കെ, the first and third digits have 1 phalanx each and the second one has 2. അപ്പം ഡിജിറ്റൽ ഫോർമുല എന്ന് പറയുന്നത് അല്ലേ, 4ഉം 5ഉം ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ 0 ആണ്. ഫാലഞ്ചൽ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി 1 2 1. അപ്പോൾ സെക്കൻഡ് 1ന് 2 പേര് ഓർക്കാൻ എളുപ്പമാണല്ലോ അല്ലേ. സെക്കൻഡിന് 2 ഒന്നല്ല ഓർത്താൽ മതി, ബാക്കി 2നും ഓരോന്ന്. അപ്പോൾ സെക്കൻഡ് അത് എളുപ്പമാണ്. ഫാലഞ്ചൽ ഫോർമുല എടുക്കാൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. 1 2 1 0 0 എന്നുള്ളത്. അപ്പം ഓർത്തിരിക്കുക, പാം റീജിയൻ എന്ന് പറയുന്നത് മെറ്റാകാർപ്പസ് ഓർ പാം റീജിയൻ ഹാസ് 3 മെറ്റാകാർപ്പൽസ്. ഓക്കെ, ഇത് ഈ പോർഷനിലേക്ക് അത് കയറി വന്നതാണ്, അത് വായിക്കേണ്ട. Now the proximal row of carpals consists of 2 carpals, namely radiate and ulnare. Then distal carpal, proximal എന്ന് പറയുന്നത് അടുത്ത് കിടക്കുന്നതും distal എന്ന് പറയുന്നത് ദൂരം കിടക്കുന്നതും. അപ്പം proximal എന്ന് പറയുന്നത് റേഡിയസിനും അൾനയായിട്ട് അടുത്ത് കിടക്കുന്നത്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റേഡിയൽ എന്നും അൾനേർ എന്നും വിളിക്കുന്നു. പിന്നെ ഉള്ളത് ഡിസ്റ്റൽ കാർപ്പൽസ് ആണ്. അത് 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണം അഡൾട്ടിൽ ഫ്യൂസ് ചെയ്തേക്കുന്നു. ആരുമായിട്ട്? മെറ്റാകാർപ്പൽസുമായിട്ട് ഫ്യൂസ് ചെയ്തേക്കുകയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഫോമിങ് എ കോമ്പൗണ്ട് ബോൺ കോൾഡ് കാർപ്പോ-മെറ്റാകാർപ്പസ്. തേർഡ് മെറ്റാകാർപ്പസുമായിട്ട് ഫ്യൂസ് ചെയ്ത് കിടക്കുന്ന 3 ഡിസ്റ്റൽ കാർപ്പൽസ് ചേർന്നിട്ട് വിളിക്കുന്ന പേരാണ് കാർപ്പോ-മെറ്റാകാർപ്പസ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? Now, attached to the metacarpals terminally are 3 digits. അതിന് phalanges ഉണ്ട്. ഓരോ ഡിജിറ്റിനും ഫസ്റ്റ് ഡിജിറ്റിന് 1, സെക്കൻഡ് ഡിജിറ്റിന് 2, തേർഡ് ഡിജിറ്റിന് 3 അല്ല 1. 4ഉം 5ഉം ഡിജിറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഫാലഞ്ചൽ ഫോർമുല 1 2 1 0 0. Now, the skeleton of the fore-limb is highly modified for the formation of wing. Its major modifications include: 1, നമ്മൾ സ്കെലിറ്റൻ സ്ട്രക്ചർ പറഞ്ഞതിന് ശേഷം ഈ മോഡിഫിക്കേഷൻസ് ചേർത്ത് പറയാവുള്ളൂ കേട്ടോ. അല്ലാതെ ഇത് മാത്രമായിട്ട് അങ്ങ് പറഞ്ഞേക്കരുത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ പറയണം. ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പം അത് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്തൊക്കെയാണെന്നുള്ളത് ഈ പറയുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്യുക. 1, റെഡ്യൂസ്ഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് പാർട്സ്. അങ്ങനെ വിങ്സ് നിങ്ങൾ ആലോചിക്കുക, ശക്തിയായി വീശുമ്പോഴാണ് നിങ്ങൾ പറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ബേർഡ്സിന്. അപ്പം വീശുന്നതിനിടയ്ക്ക് എല്ലാം ലൂസ് പാർട്ടാണെങ്കിൽ എന്തായിരിക്കും? ആ ഫോഴ്സ് കിട്ടില്ലല്ലോ അല്ലേ. ഒരാൾ ഇങ്ങനെ വീശുമ്പോൾ അടുത്ത പീസ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദർ ഇസ് നോ ചോയ്സ് ഫോർ ദി ഫ്ലെക്സിബിലിറ്റി വിൽ ബി നെഗറ്റീവ്ലി അഫക്റ്റിംഗ് ദി ഫ്ലൈറ്റ് അല്ലേ. പറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? മാക്സിമം റിഡ്യൂസ്ഡ് ആണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ്, ലെങ്തനിങ് ഓഫ് ബോൺ ആണ്. എന്തിനു വേണ്ടിയിട്ട്? വിങ്സ് എത്രമാത്രം വൈഡ് ആവുന്നോ അത്രമാത്രം ഫാസ്റ്റ് ആയിട്ടും ബാലൻസ്ഡ് ആയിട്ടും പറക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ അതുകൊണ്ട് ലെങ്തനിങ് ഓഫ് ബോൺ എന്നുള്ളത് ഒരു സെക്കൻഡ് അഡാപ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ആണ്. നൗ റേഡിയസ് ആൻഡ് അൾന ഡു നോട്ട് മൂവ് അപ്പോൺ ഈച്ച് അതർ. റേഡിയസ് ആൻഡ് അൾന ഡു നോട്ട് മൂവ് അപ്പോൺ ഈച്ച് അതർ, അതായത് ഫ്ലെക്സിബിലിറ്റി കുറച്ചു എന്നുള്ളത്. കോമ്പാക്ഷൻ ഓഫ് കാർപ്പൽസ് ആൻഡ് ഫോർമേഷൻ ഓഫ് കാർപ്പോ മെറ്റാകാർപ്പസ്, അല്ലെ. ഈ കാർപ്പസ് നമ്മളിത് പരമാവധി എന്താണ് കാർപ്പൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി നല്ലോണം ഫ്ലെക്സിബിൾ ആണ്, ഫ്യൂസ്ഡ് അല്ല. അതേസമയം ഇതിന്റെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂസ് ചെയ്തിട്ട് കാർപ്പോ മെറ്റാകാർപ്പസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. റെഡ്യൂസ്ഡ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ്. റിഡക്ഷൻ ഓഫ് ഫിംഗർ ടു 3, കാരണം ഫിംഗറിൽ വലിയ കാര്യമൊന്നുമില്ല, അതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന ഫെതേഴ്സിലാണ് കാര്യം. സോ ഫിംഗേഴ്സ് ആർ റെഡ്യൂസ്ഡ്, കാരണം നമ്മളെ പോലെ കഴിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആനിമൽസിനെ പോലെ മാന്താനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിംഗേഴ്സ് ആർ റെഡ്യൂസ്ഡ് ടു 3. 5 ഫിംഗറിന് പകരം 3 മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു മോഡിഫിക്കേഷൻസ് ആണ് വിങ് ആയിട്ട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫോർ ലിംബ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരും. Now we are just moving into the pectoral girdle. ഞാൻ പറഞ്ഞു pectoral girdleും pelvic girdleും എന്താണ്, ആക്സിയൽ സ്കെലറ്റനുമായിട്ട് അപ്പൻഡിക്കുലർ സ്കെലറ്റൻ അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ ആണ്, അല്ലേ. ആ കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെക്ടോറൽ പെൽവിക് ഗേർഡിൽ അല്ലെങ്കിൽ ലിംബ് ഗേർഡിൽസ് എന്ന് വിളിക്കുന്നത്. അതിൽ പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത് ഫോർ ലിംബിന് ആക്സിയൽ സ്കെലറ്റനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ്. ഓക്കെ, നൗ വി ക്യാൻ സി പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഈച്ച് വൺ 2 ഉണ്ടാവും പെക്ടോറൽ ഗേർഡിൽ. 2 പെക്ടോറൽ ഗേർഡിൽ ഉണ്ടാവും, 2 സൈഡും റൈറ്റും ലെഫ്റ്റും നമുക്കുണ്ട്. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്കുള്ളത് പോലെ ഇവർക്കും 2 ഉണ്ട് 2 സൈഡിലും. ഈ 2 സൈഡിലേക്കുള്ള ഓരോന്നും ഫോം ചെയ്തേക്കുന്നത് 3 ബോൺ വഴിയാണ്. കൊറാക്കോയിഡ്, സ്കാപ്പുല, ക്ലാവിക്കുല. നമുക്ക് കൊറാക്കോയിഡ് ഇല്ല, നമുക്ക് സ്കാപ്പുലയും ക്ലാവിക്കുലും ചേർന്നിട്ടാണ് നമ്മളത് ഉണ്ടായേക്കുന്നത്. ഓക്കെ, കൊറാക്കോയിഡ് ആണ് ബേർഡിന് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പം ഓരോ പെക്ടോറൽ ഗേർഡിലും 2 പെക്ടോറൽ ഗേർഡിൽ ഓരോ പെക്ടോറൽ ഗേർഡിലും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്, 3 ബോൺ ചേർന്നിട്ടാണ്. 1 കൊറാക്കോയിഡ്, 2 സ്കാപ്പുല, 3 ക്ലാവിക്കിൾ. മറന്നു പോകരുത്. കൊറാക്കോയിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രോങ്, സ്റ്റൗട്ട് ആൻഡ് പില്ലർ ലൈക്ക് ബോൺ. ഓക്കെ, സ്ട്രോങ്, സ്റ്റൗട്ട് ആൻഡ് പില്ലർ ലൈക്ക് ബോൺ. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന നോക്കാം, അല്ലെങ്കിൽ ഇവിടെ. ഓക്കെ, അതിനെയാണ് നമ്മൾ കൊറാക്കോയിഡ് എന്ന് വിളിക്കുന്നത്. ടെർമിനലി കൊറാക്കോയിഡ് ബെയർസ് എ കർവ്ഡ് അക്രോകൊറാക്കോയിഡ് പ്രോസസ് which encloses the cup-like glenoid cavity. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്? You can find at the head of the humerus. നമ്മൾ ഗ്ലിനോയിഡ് ക്യാവിറ്റി നമ്മുടെ ബോണിലുണ്ട്. സ്കാപ്പുലയിൽ കാണുന്ന സാധനം, സ്കാപ്പുലേൻ്റെ എൻഡിലായിട്ട് അല്ലെങ്കിൽ പെൽവിക് ഗേർഡിൽ, പെക്ടോറൽ ഗേർഡിൽ എൻഡിലായിട്ട് നമുക്ക് ഗ്ലിനോയിഡ് ക്യാവിറ്റി കാണാൻ വേണ്ടി പറ്റും. അക്രോമിയോൺ പ്രോസസ്സ് ക്ലാവിക്കിളും സ്കാപ്പുലി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലിനോയിഡ് ക്യാവിറ്റി ഹ്യൂമറസിൻ്റെ ഹെഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാണും. Okay, so the head of the humerus fits into this cavity to form a shoulder joint. Okay, so glenoid cavity ഒരു സൈനോവിയൽ ജോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് സൈനോവിയൽ ജോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഹെഡ് ഓഫ് ഹ്യൂമറസ് ഫിറ്റ്സ് ഇൻ ടു ദി ഗ്ലിനോയിഡ് ക്യാവിറ്റി ദാറ്റ് ഈസ് അറ്റ് ദ ടെർമിനൽ പോർഷൻ ഓഫ് ദി കൊറാക്കോയിഡ്, അക്രോകൊറാക്കോയിഡ് പ്രോസസ്. ക്ലിയർ ആണല്ലോ? മറന്നു പോകരുത്. അപ്പോൾ കൊറാക്കോയിഡ് ബോണിലേക്കാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്? ഹ്യൂമറസ്. ഗ്ലിനോയിഡ് ക്യാവിറ്റി കൊറാക്കോയിഡിലാണ് കാണുന്നത്. നമ്മുടെ കേസിൽ അത് സ്കാപ്പുലയിലാണ് ഉണ്ടാവുക. Now scapula is thin, flat and sword like. You can find here. നമ്മളെ കേസിൽ ബാക്കിൽ നല്ല വീതിയിൽ കാണുന്ന ബോൺ ഉണ്ടല്ലോ, അതാണ് സ്കാപ്പുല എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഈ പറയുന്ന പോർഷൻ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരു മുറം പോലെയൊക്കെ വിശാലമായിട്ട് പൊന്തി വരുന്ന, അല്ലേ, അതിനെയാണ് നമ്മൾ സ്കാപ്പുല എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് കാണാം വാള് പോലെ കാണുന്ന ബോൺ, അതാണ് സ്കാപ്പുല എന്ന് പറയുന്നത്. സോ ഇറ്റ് എക്സ്റ്റെൻഡ് ബാക്ക്വേർഡ് ഓവർ ദി thoracic ribs. At its anterior end, it bears a small acromion process which meets coracoid and clavicle. നമ്മൾ അക്രോമിയോൺ പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ. ഞാൻ കമ്പാരിറ്റീവായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസിന് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ആൻസർ എഴുതേണ്ട തരത്തിലേക്കാണ്. അക്രോമിയോൺ പ്രോസസ്സ് ഹ്യൂമൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ക്ലാവിക്കിളും സ്കാപ്പുലയും അറ്റാച്ച് ചെയ്യുന്ന ഒരു പോർഷൻ ആയിരുന്നു. അപ്പം ഇവിടെ കേസിലാണെങ്കിൽ അക്രോമിയോൺ പ്രോസസ്സ് സ്കാപ്പുലയിലുള്ളത് ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കൊറാക്കോയിഡിനും ക്ലാവിക്കിളിനും ഒന്നിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെയായിട്ട് കാണുന്നത്. നൗ ക്ലാവിക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ കോളർ ബോണിനെയാണ് ക്ലാവിക്കിൾ എന്ന് വിളിക്കുന്നത്. സോ അതുപോലെ ബേർഡ്സിനുള്ളത് ക്ലാവിക്കിൾ. ഓക്കെ, യു ക്യാൻ ഫൈൻഡ് ദിസ് ക്ലാവിക്കിൾ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്ലാവിക്കിൾ ഉണ്ട്, പക്ഷെ അത് ഫ്യൂസ്ഡ് ആണ്. So dorsally it's connected to the acromion process of the scapula and acrocoracoid process of the coracoid through ligaments.
Ventrally, the clavicles of two sides meet and fuse to form a V-shaped bone, furcula. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫർക്കുല നിങ്ങൾ ഇൻസെക്റ്റിന്റെ കേസിലും പഠിക്കും. നമ്മൾ സ്പ്രിംഗ് ടെയിൽ എന്ന് പറയുന്ന ഒരു ഇൻസെക്ട്സിന്റെ കേസിൽ അത് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറിനെ ഫർക്കുല എന്ന് പറയാം. അപ്പം അത് ഇവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം 6th സെമ്മിൽ നിങ്ങൾ ഫർക്കുല പഠിക്കും. അപ്പം അതും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. രണ്ട് സൈഡിൽ നിന്നുള്ള ക്ലാവിക്കിള് ഒരു മാല പോലെ വന്ന് ജോയിൻ ചെയ്തിട്ട് അപ്പം വി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായി. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫർക്കുല എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ അതേ കാണുന്നില്ലേ, ഇത് കംപ്ലീറ്റ് ചേർന്നിട്ടുള്ള സ്ട്രക്ചറിനെയാണ് ഫർക്കുല എന്ന് പറയുന്നത്. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് ക്ലാവിക്കുല. ഇതിനെ വിഷ് ബോൺ അല്ലെങ്കിൽ മെരിതോട്ട് ഇതൊക്കെ പേര് പറയും. ഇതൊക്കെ എൻട്രൻസിന് പേരായിട്ട് ചോദിക്കും. അപ്പം ഓർമ്മ ഉണ്ടാവണേ. വിഷ് ബോൺ ഈസ് റിലേറ്റഡ് ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റിമെമ്പർ ഇറ്റ്സ് റിലേറ്റഡ് ടു ക്ലാവിക്കിൾ അല്ലെങ്കിൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ഫർക്കുല എന്നുള്ളത് ഓർമ്മിക്കണം. ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ടു ബേർഡ്. Now at this meeting point is a median cartilage called interclavicle. Okay, ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ക്ലാവിക്കിൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ യു ക്യാൻ ഫൈൻഡ് എ കാർട്ടിലേജ് and that is known as the interclavicle. So interclavicle is a cartilage. ബാക്കിയൊക്കെ എന്താണ്? ഓസിഫൈഡ് ആണ്, ബോൺ ആണ്. So interclavicle cartilage ആണ്, മറന്നു പോരുത്. Now at the junction of coracoid, scapula and clavicle is an opening called foramen trioseum. So you can find this opening. ഒരു ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിനെയാണ് foramen trioseum എന്ന് പറയുന്നത്. The tendon of the second pectoral muscle passes through it. ഇതിൻ്റെ ഇടക്കൂടെ ഒരു മസിൽ അങ്ങനെ പോകും. ഓക്കെ, ഞാൻ ഇതിലൂടെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടവഴി മാത്രമാണ് ആര്? foramen trioseum. ഈ foramen trioseum എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്ന് നിൽക്കുന്ന ഇടത്തിൽ വരുന്ന ഗ്യാപ്പാണ്? കൊറാക്കോയിഡ്, സ്കാപ്പുല ആൻഡ് ക്ലാവിക്കൽ. മറന്നു പോകരുത് foramen trioseum. കാരണം ഇഷ്ടംപോലെ foramen പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വെർട്ടിബ്രോ ആർട്ടീരിയൽ foramen, മറന്നു പോകരുത്. ഓക്കെ, വെർട്ടിബ്രോ ആർട്ടീരിയൽ, ട്രാൻസ്വേഴ്സ് foramen, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും വിട്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല. Now the tendon of the second pectoral muscles passes through this. എന്ന് ഓർമ്മിക്കുക. ടെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ രണ്ട് ടൈപ്പ് അല്ല, ലിഗമെന്റും അതുപോലെ തന്നെ ടെൻഡനും. എന്താ അവർ തമ്മിലുള്ള വ്യത്യാസം? ലിഗമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സെയിം. മസിലിനെ മസിലുമായിട്ട് അറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യാനോ ഉപയോഗിക്കുന്നതാണ് എന്ത്? ലിഗമെന്റ് എന്ന് പറയുന്നത്. ബോൺ ടു മസിലാണ് എന്ത്? ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പം മസിൽ ഈ പറയുന്ന സ്കെലറ്റനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന മസിലിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പെക്ടോറൽ മസിലിനെ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻ പെക്ടോറൽ മസിലിലേക്കുള്ള ടെൻഡനെ പാസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഇടവഴി മാത്രമാണ് ആര്? foramen trioseum എന്ന് പറയുന്നത്. സോ നൗ വി ഹാവ് sternum. sternum എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദി പാർട്ട് ഓഫ് ആക്സിയൽ സ്കെലിറ്റൻ. ഓക്കെ, അപ്പം പക്ഷേ ഇത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ആ സ്റ്റേണത്തിൻ്റെ ക്യാരക്ടേഴ്സ് ഇവിടെ പറയുകയാണ്. ഇറ്റ്സ് നോട്ട് ദ പാർട്ട് ഓഫ് പെക്ടോറൽ ഗേർഡിൽ എന്നുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, പെക്ടോറൽ ഗേർഡിൻ്റെ പാർട്ടല്ല ഇത്, അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ്റെ പാർട്ടല്ല, മറിച്ച് ആക്സിയൽ സ്കെലിറ്റൻ്റെ പാർട്ടാണ്. പക്ഷേ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഓഫ് സൈറ്റ് എന്ന് പറയുന്ന ഈ റീജിയനിലായതുകൊണ്ട്, ബേർഡ്സിൻ്റെ കേസിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് വി ആർ ജസ്റ്റ് ഡിസ്കസിങ് ഇറ്റ് ഹിയർ. അതുകൊണ്ട് ഒരിക്കലും കൺഫ്യൂഷൻ ആയിരിക്കരുത്. പെക്ടോറൽ ഗേർഡിന്റെ പാർട്ടാണ് സ്റ്റേർണം എന്ന് വിചാരിച്ചേക്കരുത്. ഇറ്റ്സ് ആക്ച്വലി ഡിഫറെന്റ് വൺ. ഇറ്റ്സ് പാർട്ട് ഓഫ് ആക്സിയൽ സ്കെലിറ്റൻ. റിബ്സിന് അറ്റാച്ച് ചെയ്യാനുള്ള വെൻട്രൽ പോർഷനിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് സ്റ്റേർണം എന്നുള്ളത്. ഓക്കെ, സോ സ്റ്റേർണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ബോൺ അല്ലെ, നമുക്കിവിടെ ഈ റീജിയനിൽ കാണുന്ന സാധനം രണ്ട് ഭാഗത്തുനിന്നുള്ള റിബ്സിനെ കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ്സ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ഫോർ ദ അറ്റാച്ച്മെന്റ് ഓഫ് ഫ്ലൈറ്റ് മസിൽസ്. അപ്പം അതുകൊണ്ട് എത്രയും ബ്രോഡായത്. നമ്മളതാണെങ്കിലോ ഒരു സിമ്പിൾ സ്ട്രക്ചർ അല്ലെ, ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് നമ്മളെ കേസിൽ. ഇത്രയേ ഉള്ളൂ നമ്മളെ സ്റ്റേർണം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ കേസിൽ നോക്കി ഇത്രയും ബ്രോഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ ദ അറ്റാച്ച്മെന്റ് ഓഫ് മസിൽസ്, ഫ്ലൈറ്റ് മസിൽസ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് യു ക്യാൻ ഫൈൻഡ്, ഇപ്പോൾ ഇതിലേക്ക് നല്ല മസിൽ അറ്റാച്ച്മെന്റ് വരും അല്ലേ. അതാണ് നല്ല ചിക്കൻ്റെ ഏറ്റവും നല്ല പീസായിട്ട് നമുക്ക്, നല്ല ഇറച്ചിയുള്ള പീസായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റുന്ന ഇതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന മസിൽസ് ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഫ്ലൈറ്റ് മസിൽസിനെ അറ്റാച്ച് ചെയ്യാനുള്ള മെയിൻ പോയിന്റ് ആണ് സ്റ്റേർണം. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രോമിനൻസ് വന്നത്, നമ്മളതിൽ വളരെ റെഡ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. സോ ഇറ്റ്സ് ബ്രോഡ്, ഫ്ലാറ്റ് ആൻഡ് ബോട്ട് ഷേപ്ഡ് ബോൺ അല്ലേ. കാണുമ്പോൾ ബോട്ട് ഷേപ്പ് ഉണ്ടല്ലോ. ഇറ്റ്സ് ബോഡി പ്രോപ്പർ ഈസ് നോൺ ആസ് ദി മെറ്റാസ്റ്റേർണം.
മെയിൻ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മെറ്റാസ്റ്റേണം എന്ന് വിളിക്കുന്നു. ഈ പോർഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മെറ്റാസ്റ്റേണം. വിട്ടുപോകരുത്. Ventrally it bears a thin and sharp ridge called keel. അതായത് നമ്മൾ 3 dimensional വ്യൂ നമ്മൾ എടുക്കുക. നിങ്ങൾ ചിക്കൻ്റെ സ്കെലറ്റൻ എടുത്ത് നോക്കുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ്. അപ്പം ഈ റീജിയൻ, ഇതിൽ നിന്ന് ബ്ലേഡ് പോലെ താഴോട്ട് നിൽക്കുന്ന ഈ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുക? ക്രസ്റ്റ് അല്ലെങ്കിൽ കീൽ എന്ന് വിളിക്കുക. സ്റ്റോണൽ ക്രസ്റ്റ് അല്ലെങ്കിൽ കീൽ, അല്ലെങ്കിൽ കാരിമ സ്റ്റേമി എന്ന് വിളിക്കും. കാരിന സ്റ്റേമി എന്നുള്ളത്. Now anteriorly the keel is produced into a carinal processes. You can find the carinal processes here, anterior side, and then keel serves for the attachment of pectoral muscles also. അപ്പോൾ ആലോചിക്കുക, മെയിൻ ബോഡി ഓഫ് ദ സ്റ്റേണം എന്ന് പറയുന്നത് മെറ്റാസ്റ്റേണം. അതിൽ വെൻട്രൽ സൈഡിലുള്ള റിഡ്ജിന് പറയുന്ന പേരാണ് കീൽ എന്നുള്ളത്. ഈ കീലിൻ്റെ ആൻറ്റീരിയർ പോർഷനിലുള്ള പ്രോസസ്സാണ് എന്ത്? കാരിനൽ പ്രോസസ് എന്ന് പറയുന്നത്. കീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഫോർ ദ സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് ദി പെക്ടോറൽ മസിൽസ്. Now we are having the hind limb. So hind limb we will be discussing in the next video. അപ്പം ശ്രദ്ധിച്ച് കഴിഞ്ഞ വീഡിയോ ഒന്നും കൂടെ കാണാം. കാരണം പെക്ടോറൽ ഗർഡിൽ പെൽവിക് ഗർഡിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷനാണ്. ഓക്കെ, പെക്ടോറൽ ഗർഡിലും പെൽവിക് ഗർഡിലും. കീലേറ്റ് സ്റ്റേണം എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ കാണും എന്നുള്ളത് അടുത്തൊരു ചോദ്യമാണ്. അപ്പോൾ അത് കീലേറ്റ് സ്റ്റേണം എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പേടിക്കാമെന്നില്ല. എന്താണ്? ബേർഡിൻ്റെ സ്റ്റേണം അങ്ങ് വിശദീകരിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ആ സ്ട്രക്ചറും ബോട്ട് ഷേപ്പായിട്ടുള്ള സ്ട്രക്ചറൊക്കെ വരച്ചിട്ട് ഇതാണ് കീലേറ്റ് സ്റ്റേണം, അതിന് കീലുള്ളത് കൊണ്ടാണ് കീലേറ്റ് സ്റ്റേണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു. അതിൻ്റെ ബാക്കിയുള്ള കാർണൽ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. പെൽവിക് ഗർഡിൽ പെക്ടോറൽ ഗർഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിംബ് ബോൺ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എസ്എ ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതേണ്ട പോർഷൻ ആയതുകൊണ്ട് അത് പഠിച്ചു വെക്കുക പേരുകളൊക്കെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹൈൻഡ് ലിമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ പെൽവിക് ഗർഡിനെ കുറിച്ചും അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം.